പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ യുഎസിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ പ്രസംഗത്തിനിടെ നടത്തിയ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായിരുന്നു. ഇന്ത്യയിലെ സംവരണത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമാകുമ്പോൾ സംവരണം ഇല്ലാതാകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. നിലവിൽ അങ്ങനെ അല്ല എന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത്. ഈ പരാമർശം വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. സംവരണവും അതിന് അനുകൂലമായ നടപടികളുമായും കോൺഗ്രസ് പാർട്ടിക്ക് സങ്കീർണമായ ബന്ധമാണുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ രക്ഷകരായി കോൺഗ്രസ് പലപ്പോഴും സ്വയം അവരോധിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലെ സങ്കീർണമായ ആഖ്യാനം വെളിപ്പെടും. പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജവഹർലാൽ നെഹ്റു വ്യാപകമായ സംവരണം നടപടി നടപ്പിലാക്കാൻ മടിച്ചിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലവും കാര്യമായ സംവരണ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പ് നിറഞ്ഞതായിരുന്നു. മുൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ പിതാവുമായ രാജീവ് ഗാന്ധി ഒബിസികളെ ബുദ്ധു, അതായത് വിഡ്ഢികൾ എന്ന് പോലും വിളിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയത് പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് കേൾവി. SC, ST, OBC തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ചരിത്രം കോൺഗ്രസിനെ നിഴലായി പിന്തുടരുന്നു. രാഹുൽ ഗാന്ധിയുടെ സമീപകാല പരാമർശങ്ങൾ സമാനമായ ചിന്താഗതിയാണ് സൂചിപ്പിക്കുന്നത്. അവസരം ലഭിച്ചാൽ സംവരണ നയങ്ങൾ ഇല്ലാതാക്കാനോ നേർപ്പിക്കാനോ കോൺഗ്രസ് തയ്യാറായേക്കുമെന്ന ഭയം ജനിപ്പിക്കുന്നതാണിത്. സാമൂഹിക ചലനാത്മകതയെ രൂപപ്പെടുത്തുന്ന ജാതി, വർഗം, മതം എന്നിവയുടെ സങ്കീർണമായ പാളികളുള്ള ആഴത്തിലുള്ള വർഗീകരണ സമൂഹമാണ് ഇന്ത്യ. പതിറ്റാണ്ടുകളായി സാമ്പത്തികവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടും ജാതി അടിസ്ഥാനത്തിലുള്ള അസമത്വം ഒരു യാഥാർത്ഥ്യമായി തുടരുന്നു. ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയിൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന്റെ രൂപത്തിലുള്ള ദൃഢമായ നടപടി സമതുലിതമായി ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളുടെ മൂലക്കല്ലാണ്. സംവരണത്തിന്റെ ആവശ്യം അവ ആദ്യമായി അവതരിപ്പിക്കുന്ന കാലത്തെ പോലെ തന്നെ ഇന്നും ശക്തമായി തുടരുന്നുണ്ട്. മെറിറ്റോക്രസിക്ക് മാത്രം സാമൂഹിക ചലനാത്മകതയെ നയിക്കാൻ കഴിയുന്ന ഒരു ന്യായമായ സ്ഥലം എന്നതിൽ നിന്ന് ഇന്ത്യ വളരെ അകലെയാണ്. ജാതിയുടെയും സാമൂഹിക സാമ്പത്തിക നിലയുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ സംവരണം ശാക്തീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമല്ല, ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനുള്ള ധാർമ്മിക ആവശ്യകതയാണ്. തുല്യത കൊണ്ടുവരുന്നതിനായി BJP സർക്കാർ നിരവധി നയങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് വിമർശകർ വാദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ സംവരണ നടപടിയെ ദുർബലപ്പെടുത്താനുള്ള ദീർഘകാല അജണ്ടയുമായി പൊരുത്തപ്പെടുന്നു എന്നാണ്. ജുഡീഷ്യൽ വിധികളെ മാറ്റിമറിക്കുന്നതിലും ചില സമയങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുകൂലമായി SC, ST, OBC എന്നിവരെ പിന്നോക്കം നിൽക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുന്നതിലും കോൺഗ്രസിന്റെ പങ്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2005 ഡിസംബറിൽ കൊണ്ടുവന്ന കോൺഗ്രസിന്റെ 93ാം ഭേദഗതി ഭരണഘടനാപരമായി അനുശാസിക്കുന്ന സംവരണങ്ങൾ പാലിക്കുന്നതിൽ നിന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ഒഴിവാക്കി. ചരിത്രപരമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ അനുകൂലിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് പലരും ഈ നീക്കം കണ്ടത്. കൂടാതെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ തുടങ്ങിയ സർക്കാർ ധനസഹായമുള്ള സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് സംവരണം കൈകാര്യം ചെയ്തത് SC, ST, OBC എന്നിവരെ കൂടുതൽ അകറ്റി നിർത്തിക്കൊണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഏകീകരിക്കുമ്പോൾ ഹിന്ദു സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ഉപകരണമായാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംവരണത്തെ കാണുന്നത് എന്ന വിശ്വാസത്തിലേക്കും വിമർശനം നീളുന്നുണ്ട്. ഈ ആഖ്യാനം വിവാദപരമാണെങ്കിലും സംവരണത്തെക്കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാട് സാമൂഹികമായ പ്രേരണയേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നവർക്കിടയിൽ സ്വാധീനം നേടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഇന്ത്യയിലെ സംവരണം പ്രവർത്തനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വാതിൽ തുറക്കുന്നു. ഭാവിയിൽ സംവരണം എടുത്തുകളയുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ശരിക്കും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ സംഭവിക്കാനിടയുള്ള വീഴ്ചയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. സമത്വവും പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളിലൊന്ന് ഇല്ലാതാക്കാൻ ഇന്ത്യയെ പോലെ വൈവിധ്യവും ചരിത്രപരമായി അസമത്വവുമുള്ള ഒരു രാജ്യത്തിന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നീതിയിലേക്കുള്ള പാത ദൈർഘ്യമേറിയതും സങ്കീർണവുമാണ്. സംവരണ പ്രവർത്തനം ഈ യാത്രയുടെ നിർണായക ഭാഗമായി തുടരുന്നു. സംവരണങ്ങൾ അകാലത്തിൽ ഇല്ലാതാക്കുന്നത് ദശാബ്ദങ്ങളുടെ പുരോഗതിയെ പിന്നോട്ടടിപ്പിച്ചേക്കാം. ഇത് ഏറ്റവും ദുർബലരായവരെ കൂടുതൽ പിന്നിലേക്കാക്കുന്നതായിരിക്കും.